സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കുറ്റം മുഴുവൻ തനിക്കും മറ്റൊരു നടനുമെതിരെ മാത്രമാണ്. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. അതേസമയം ഷൈൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോണും സ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ ആദ്യം രാസലഹരി ഉപയോഗിക്കുന്ന ആളല്ല താനെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് മൊഴിയിലെ കൂടുതൽ വിശദാംശങ്ങൾ? ദൃശ്യ പ്രധാനമായും ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ തങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ മാത്രമല്ല സിനിമയിൽ ലഹരി ഉപയോഗം നടത്തുന്നത്. മറ്റു നിരവധി ആളുകൾ കൂടിയുണ്ട്. ഒന്നോ രണ്ടോ പേരെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് എന്ന കാര്യമാണ് ഷൈൻ ടോം ചാക്കോ ഒന്ന് പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, ലഹരിക്കെതിരെ പരിശോധനകൾ ശക്തമായപ്പോൾ തങ്ങൾക്ക് ലഹരി കിട്ടാതായി എന്ന കാര്യം ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്. കാരണം വ്യാപകമായി എക്സൈസും പോലീസും എല്ലാം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതോടുകൂടി സിനിമാ സൈറ്റുകളിൽ ലഹരി എത്തിക്കുന്ന ആളുകൾ ലഹരി എത്തിക്കാതായി സിനിമ മേഖലയിൽ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഹരി കിട്ടാതെ ഒരു മാസത്തോളമായി കൃത്യമായി ലഹരി വസ്തുക്കൾ കിട്ടിയിരുന്നില്ല എന്നൊരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. 3 മൊബൈൽ ഫോണുകളായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നടത്തിയിട്ടുള്ള പണമിടപാടുകളടക്കം ഗൂഗിൾ പേ സംവിധാനത്തിലൂടെ നടത്തിയിട്ടുള്ള പണമിടപാടുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം 3000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പണമിടപാടുകൾ നടത്തിയത് അത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് എന്നൊരു സൂചന തന്നെയാണ് പോലീസിന് ഉള്ളത്. കാരണം 3000, 3500, 4000 ആ നിലയിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ കൈമാറുമ്പോഴാണ് ഇത്തരത്തിൽ പണം കൈമാറാറുള്ളത് എന്നതുകൊണ്ട് തന്നെ അത് ആരുടെ കൈവശമാണ് കിട്ടിയിരിക്കുന്നത്, അവർക്ക് ലഹരി ഇടപാടുകളുമായി ബന്ധമുള്ള ആളുകളാണോ, ലഹരി നൽകിയതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണോ, അല്ലെങ്കിൽ ലഹരിയുടെ പണമായിട്ടാണോ ഇത്തരത്തിൽ ഗൂഗിൾ പേ ഇടപാടുകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ ശരീര സ്രവങ്ങൾ അന്വേഷണ സംഘം പരിശോധനയ്ക്കായി എടുത്തിരുന്നു. മുടിയും നഖവും അടക്കം എടുത്തു. മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താനുള്ള ഏറ്റവും ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നത് നഖവും മുടിയിഴകളും എല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറ്റവും നിർണായകമാണ്. 1 മാസം മുതൽ 3 മാസത്തിന് ശേഷമായിരിക്കും ഈ പരിശോധനാ ഫലം ലഭിക്കുക. അങ്ങനെയെങ്കിൽ പരിശോധനാ ഫലത്തിൽ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഷൈൻ ടോം ചാക്കോവിനെതിരെ ചുമത്താനും പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.